Hello, welcome to PEPP Learning, and this is our last day. അല്ലേ അങ്ങനെ പറഞ്ഞ ദിവസം എത്തി. നാളെ നമ്മുടെ എക്സാം ആയി, and I am damn sure that you are all well prepared, and നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ പോയി PG ചെയ്യുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ലൈവ് സെഷൻസിലൊക്കെ നിങ്ങൾ അത്രയും ആക്റ്റീവ് ആയിരുന്നു, ആൻസേഴ്സ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് പലവരും പറഞ്ഞിട്ടുണ്ട്. And I hope everyone get what you dreamt of. Okay, so today will be our last class, English marathon's last class ആയിരിക്കും. നാളത്തെ എക്സാമിന് എല്ലാവരും ഹോൾ ടിക്കറ്റും അങ്ങനെ പ്രധാന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് ഇന്ന് തന്നെ എടുത്തു വെച്ചോളൂ. നാളെ മോർണിംഗ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്താണെങ്കിലും നാളെ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഇന്ന് തന്നെ എല്ലാത്തിനും വെൽ പ്രിപ്പയർഡായി ആ ബാഗ് അവിടെ വെച്ചോളാം. 2-3 അലാം ക്ലോക്ക് സെറ്റ് ചെയ്തോളാം. ഇനി ഉറങ്ങിപ്പോയി എന്നുള്ളൊരു വിഷയം നമുക്ക് ഈ ചാൻസ് നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, സോ ഇന്ന് ഞാൻ നമ്മളെ MCQs കഴിഞ്ഞ 4 ക്ലാസ്സസിൽ നമ്മൾ MCQs ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ വേറെ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞാൻ എന്താ പറയുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലിറ്റററി ടേംസ്, വളരെ കുറച്ച് ലിറ്റററി ടേംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഐ നോ ടുഡേ ഇസ് ദ ലാസ്റ്റ് ഡേ ആൻഡ് യു ആർ ഇൻ ദ എന്താ പറയുക പ്രിപ്പറേഷൻ, ആ റിവിഷൻ്റെ സമയമായിരിക്കും. സോ ഐ ഡോണ്ട് വാണ്ട് വേസ്റ്റ് യുവർ ടൈം മച്ച്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി ടേംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ലിറ്റററി ടേംസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, അതേപോലെ തന്നെ എക്സാമിന് വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതും കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും ലിറ്റററി ടേംസ് എന്നാണ്. അപ്പം വ്യക്തമായിട്ട് എന്താണെന്ന് അത് മനസ്സിലാക്കി വെക്കണം. ഇത് മാത്രമല്ല, എല്ലാം എന്താണെന്ന് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കണം. ഇൻ വിച്ച് വേ? വേറൊരാൾ വന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ലേൺ ദ വേ യു ക്യാൻ ടീച്ച് ഇറ്റ്. ഓക്കെ, എനിത്തിങ് ഇഫ് യു ലേൺ ഇൻ ദ വേ ദറ്റ് യു ഹാവ് ടു ടീച്ച് ഇറ്റ്, അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഗ്രാസ്പ് ചെയ്തിരിക്കും. ഓക്കെ, സോ ദ ഫസ്റ്റ് ലിറ്റററി ടേം ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, ബിഫോർ ദാറ്റ് the first literary term that we are going to discuss is allegory. An allegory is a literary device where characters, events or settings represent abstract ideas, moral qualities or historical events. എന്താണ്? Device where characters, events or settings represent abstract ideas, moral qualities or historical events. അപ്പം നമ്മൾ പോയട്രി അല്ലെങ്കിൽ ഡ്രാമയിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, അവിടെയുള്ളൊരു സെറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെയുള്ളൊരു ഇവൻ്റ് ആയിക്കോട്ടെ, ഇറ്റ് മൈറ്റ് ബി റെപ്രസെൻറ്റിങ് സംതിങ് എൽസ്. ഒരു കാര്യം പറയാൻ വേണ്ടി ഉദ്ദേശിച്ച് വേറൊരു വഴിയിലൂടെ, സ്ട്രെയിറ്റ് ഫോർവേഡായി പറയാതെ വേറൊരു വഴിയിലൂടെ നമ്മളടുത്തേക്ക് എത്തിക്കുകയാണ് allegory യൂസ് ചെയ്യുന്നത്. ഓക്കെ, in an allegory, characters and elements of the story often symbolizes something else, allowing the author to convey deeper meanings. Allegories are commonly used to convey moral or political messages in a subtle or indirect manner. ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ പോയിന്റ്സ് പറയുമ്പം എപ്പോഴും എങ്ങനെ പഠിക്കണം, ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ഈ പോയിന്റ് എങ്ങനെ ക്വസ്റ്റ്യൻ ആവാം എന്ന രീതിയിൽ വേണം പഠിക്കാൻ. അപ്പം സട്ടിൽ ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഓത്തറിന് എന്തെങ്കിലും കൺവേ ചെയ്യാൻ ലിറ്റററി ടേം ആയിട്ടുള്ള allegory യൂസ് ചെയ്യും. ഓക്കെ, അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലർ ആയിട്ടുള്ള ഒരു മൂവി, ഗുരു എന്ന് പറഞ്ഞ മൂവി അല്ലേ, നമ്മുടെ മോഹൻലാലിൻ്റെ പഴയ മൂവി ഗുരു എന്ന് പറഞ്ഞത്, ഓസ്കാർ നോമിനേഷനിൽ വരെ എത്തിയിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. ആ മൂവിയിൽ എന്താണ്, മോഹൻലാൽ ഹീസ് ഫാളിങ് ഇൻ ടു എ എന്താ പറയുക, ഒരു ഡീപ്പ് ഡിഗിലേക്ക് വീഴാണ് ഇൻ ഹിസ് ഡ്രീംസ്. ഓക്കെ, അത് തന്നെ എന്താ പറയുക അലഗരിയാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് സംഭവിക്കുന്ന എല്ലാം അലഗരിയാണ്. ഈ ലാമ പഴം ഒരു അലഗരിയാണ്, അതിലുള്ള കുരു ഒരു അലഗരിയാണ്. എല്ലാം പലതിനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. റിലീജിയസ് പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെ, അവിടുത്തെ കിങ്, അവിടുത്തെ എന്താ പറയുക മന്ത്രിമാർ, അവിടെയുള്ള ഓരോ വ്യക്തികളും പലതിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഇൻ ദ റിയൽ വേൾഡ്. സി, അവിടെ the story writer used the device allegory very effectively. Okay, അപ്പം നമുക്കും we will start to think. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ഒരാൾ വന്ന് പറയാതെ വളഞ്ഞ് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ആലോചിക്കും. അതിനാണ് ഈ allegory യൂസ് ചെയ്യുന്നത്. Allegories often address universal themes such as morality,
human nature and societal issues, making them relevant across cultures and time periods. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൂവി തന്നെ നോക്കൂ, മലയാളികൾക്ക് മാത്രം പറ്റിയ മൂവിയാണോ? അല്ല, ആ മൂവിയുടെ തീം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. Everyone can relate, everyone can think about it. So it might be about morality, human nature, or societal issues. It will be a common thing. The interpretation of allegories can vary as they allow readers to uncover multiple layers of meaning and symbolisms within the text. See, but ഈ ഒരൊറ്റ മീനിങ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഓഥർ ഉദ്ദേശിച്ചത് ഈ ഒരു മീനിങ് ആയിരിക്കാം. We can interpret the way we want. ഇപ്പം ഈ റീസെൻ്റ്ലി റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ്, അതിൽ സ്പോയിലർ അലേർട്സ്, മൂവി കാണാത്തവരാണെങ്കിൽ സോറി. Anyhow, അതിൽ സൗബിൻ is going down to save his friend. There he goes with a light. അപ്പൊ ആ ലൈറ്റിനെ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗോഡായിട്ട് കമ്പയർ, ഗോഡിന്റെ ഒരു റെപ്രസെന്റേഷൻ പോലെ കാണിക്കുന്നുണ്ട് ലൈറ്റിനെ. വേണമെങ്കിൽ വേറൊരു വ്യക്തിക്ക്, വേറൊരു പേഴ്സൺ അത് വേറൊരു രീതിയിൽ കാണാം, അത് വേറൊരു രീതിയിൽ റെപ്രസെന്റേഷൻ ആയിട്ട് നോക്കാം, വെളിച്ചം മാത്രമായിട്ട് കരുതാം. അപ്പൊ ഇറ്റ് ഈസ് അപ് ടു ദ ഓഡിയൻസ് ഓർ ദ റീഡേഴ്സ് ദാറ്റ് ആ അലഗറി എന്താണ് മീൻ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. Now examples from literature. Animal Farm, the best example for allegory, by George Orwell. In this allegorical novella, farm animals represent different societal classes and political figures, illustrating the corruption and abuse of power in totalitarian regimes. അപ്പൊ ആനിമൽ ഫാം എന്ന് പറയുന്ന വർക്കൊക്കെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അത് ഏത് ഇയറാണ് പബ്ലിഷ് ചെയ്തത്, ഓഥർ ആരാണ്, ആൻഡ് വാട്ട് ആർ ദ തീംസ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് വാസ് ഇൻ ദാറ്റ് നൊവെല്ല, ഏത് ജേണർ ആണെന്നൊക്കെ കൃത്യമായി നോക്കി വെക്കണം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വർക്ക്. Another example, The Lion, the Witch and the Wardrobe by C.S. Lewis. This fantasy novel is allegorical with characters like Aslan symbolizing Christ and events paralleling biblical narratives, conveying themes of sacrifice, redemption and the battle between good and evil. അല്ലേ? അങ്ങനെ പല ബുക്സ് ഉണ്ട് അലഗറി യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെയുള്ള ബുക്സ് തന്നെ എടുത്തു നോക്കൂ, കുട്ടികളുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കൂ, അതുപോലും പലതിനെയും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ക്യാരക്ടേഴ്സ് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ പരിചയമുള്ള പല ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. Now the next term, second one, ballad. A ballad is a narrative poem that tells a story often with a dramatic or emotional theme. It typically consists of stanzas with a regular meter or rhyme scheme. Okay, regular meter അല്ലെങ്കിൽ rhyme scheme. Typically consist and always അല്ലട്ടോ, അങ്ങനത്തെ ടേംസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ടിപ്പിക്കലി കൺസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാത്ത രീതിയിലും ഉണ്ടാവാം, ബട്ട് ടിപ്പിക്കലി ഇങ്ങനെ ആയിരിക്കാം. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ടിപ്പിക്കലി റെഗുലർ മീറ്റേഴ്സ് അല്ലെങ്കിൽ റൈമിംഗ് സ്കീം ഉപയോഗിച്ചിട്ട് ഇമോഷണൽ തീംസ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന പോയറ്റിനെ എന്താണ് വിളിക്കുക എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. നമ്മൾ ബല്ലാഡ്. Ballads usually have a clear beginning, middle and end, often focusing on a single event, character or conflict. ഒരൊറ്റ ഇവന്റിനെ കുറിച്ചോ ഒരു സിംഗിൾ ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചോ മാത്രം പറയുന്ന ഒരു പോം. ഓക്കെ, അതിനൊരു കറക്റ്റ് ബിഗിനിങ് ഉണ്ടാവും, മിഡിൽ ഉണ്ടാവും, എൻഡ് ഉണ്ടാവും. It will be like telling a story through a poem. Historically, ballads were passed down orally through generations, often sung or recited by traveling minstrels or bards. അല്ലേ, നമുക്ക് വള്ളുവൻ പാട്ടുകൾ പോലെ ഓരോ പാട്ടിൽ നിന്ന് നമുക്ക് എല്ലാ കഥകളും ഇല്ലേ, പാട്ടിങ്ങനെ ഓറലി വരികയാണ്, എന്നിട്ട് ആ പാട്ടിൽ തന്നെ ഒരു കഥ മൊത്തം പറയുന്നുണ്ടാവും. നമുക്ക് ആ ഹീറോ നടത്തിയ ബാറ്റിൽസ്, ഹൂ വോൺ ആൻഡ് വാട്ട് വാസ് ദ പ്രോബ്ലംസ് ദാറ്റ് ഹി ഹാഡ് ടു ഫേസ്, എല്ലാം ആ ഒരു പാട്ടിലുണ്ടാവും. The same thing as ballads. Ballads often evoke strong emotions such as love, loss, betrayal or heroism, making them powerful storytelling devices. അല്ലേ, വള്ളുവൻ പാട്ടുകൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെ, ഹീറോയിസം, പ്രണയം, അങ്ങനത്തെ പല ടോപ്പിക്സിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. Many ballad features
feature a refrain or repeated lines adding to their rhythmic and lyrical qualities and helping to reinforce key themes or motifs. അല്ലേ? അപ്പോൾ rhythm ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കാരണം കൂടുതൽ ഓറലി ആയിരുന്നല്ലോ, ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ലൈൻസ് റിപ്പീറ്റ് ചെയ്യാനും റൈമിംഗ് സ്കീമും അതിനനുസരിച്ചിട്ടും ആയിരുന്നു. അതിന് വേണമെങ്കിൽ ഒരു മോഡേൺ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം, നീരജ് മാധവിൻ്റെ യക്ഷി എന്ന് പാട്ട് അല്ലേ? അയ്യോ പണിപ്പാളിയിലോ, ആ പാട്ട് നോക്കൂ, അതിൽ ഒരു സ്റ്റോറി തന്നെ പറയുന്നുണ്ട്, റൈറ്റ്? ഒരു ബിഗിനിങ് ഉണ്ട്, മിഡിൽ ഉണ്ട്, എൻഡ് ഉണ്ട്, ആൻഡ് ഹീസ് റിപ്പീറ്റിംഗ് ദ വേർഡ്സ്. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു വല്ലവൻ പാട്ടിന്റെ വൈബ് തന്നെ. പല ഒരു സ്റ്റോറി നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. ഈ എല്ലാ ക്വാളിറ്റീസും അതിലുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ എക്സാമ്പിൾ ആണെന്നല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തന്നാ കേട്ടോ. An example from literature, The Rim of Ancient Mariner by Samuel Taylor Coleridge. This narrative poem tells the story of a sailor's supernatural experiences at sea and his journey of redemption. Ee work familiar aaki vechirikkanam. The Ballad of Reading Gaol by Oscar Wilde, written during Wilde's imprisonment. This ballad recounts the execution of a fellow inmate and reflects on themes of suffering, justice, and humanity. The Ballads of Reading Gaol, Oscar Wilde. Okay. Now, the next term that we're going to discuss is dramatic monologue. Dramatic monologue. ആ ടേം വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ലേ? ഡ്രമാറ്റിക് മോണോലോഗ്, ഡയലോഗ്, മോണോലോഗ്. അപ്പൊ മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്ന് സംസാരിക്കുമ്പോഴാണ് ഈ മോണോലോഗ് എന്ന് പറയുക. ഡ്രമാറ്റിക് മോണോലോഗ് അപ്പൊ എന്തായിരിക്കും? A dramatic monologue is a type of poem or speech in which a character addresses a silent listener, revealing their thoughts, feelings, and motivations. It's a form of dramatic expression where the speaker's words provide insight into their character. അപ്പോൾ ഒറ്റയ്ക്ക് പറയാണ്, അതേസമയം അവിടെ ആൾ കേൾക്കാനുണ്ടോ? ഉണ്ട്. സൈലന്റ് ലിസണർ ആണ്. അപ്പൊ ഈ വ്യക്തി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്നും, ആ ലൈൻസിൽ നിന്നും, ഡ്രാമയിൽ നിന്നും നമുക്ക് മനസ്സിലാവും. There is a listener, but that person doesn't have anything to tell. അപ്പൊ ഇത് മോണോലോഗ് ആണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. About what? എന്തായിരിക്കും? അവരുടെ ക്യാരക്ടറിന്റെ ഇൻസൈറ്റ്, അവരുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു അറിവ് നമുക്ക് ഈ മോണോലോഗിൽ മനസ്സിലാവും. Dramatic monologues are typically presented in the first person I, allowing the speaker to directly communicate with the audience or reader. അപ്പം അവിടെ ഒരു സൈലന്റ് ലിസണർ ഉണ്ടെങ്കിലും at the same time the writer is trying to communicate with the audience or the reader. Although the listener remains silent, their presence is implied and the speaker often directs their words to them, shaping the content and the tone of മോണോലോഗ്. അപ്പൊ അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കും. പല വർക്ക്സിലും ഉണ്ട്. ഇപ്പൊ എന്താണ് അവിടെ നോക്കി നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു മോണോലോഗിൽ നീ എന്താണ് അവിടെ നോക്കി നിൽക്കുക, ഇവിടെ വന്നിരിക്കും, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പം അവിടെ കാണിക്കാണ് there is someone to listen. അപ്പൊ സൈലന്റ് ലിസണർ ഉണ്ട്. And this person is speaking without any interruptions from other people. Dramatic monologues provide a deep exploration of speaker's character, allowing readers to gain insight into their personality, conflict, and inner turmoil. നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, turmoils അല്ലെങ്കിൽ conflicts, the problems that he or she has inside their mind, inner turmoils, ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ഈ മോണോലോഗിലൂടെ. Through the monologue, the speaker reveals their emotions, desires, and motivations, shedding light on their perspective and driving forces. Now, examples. My Last Duchess, the best example for dramatic monologue. My Last Duchess by Robert Browning. In this poem, the Duke of Ferrara addresses a silent envoy
revealing his jealousy and possessiveness over his late wife, the Duchess, and implying her fate. That poetry is something amazing. If you haven't read it, I'll recommend you, please read it. Okay, exam aanu. After the exam, the first thing that you have to do is, if you haven't read it, read this poem. Okay, മനസ്സിരുത്തി വായിച്ചു നോക്കുക. അത്രയും beautiful ആയിട്ടാണ് ഈ poem പറയുന്നത്. And the twists and turns that comes in this poem are amazing. Okay, now the love song of J. Alfred Prufrock by T.S. Eliot. This modernist poem features Prufrock's interior monologue as he reflects on his insecurities, desires, and fear of rejection, addressing an imagined listener. Okay, evideയും imagined listener ആണ്. അവിടെ listener ഉണ്ട്. എപ്പോഴും dramatic monologue ഒരു listener ഉണ്ട്. അത് പക്ഷെ ആ വ്യക്തിക്ക് സംസാരിക്കാനൊന്നുമില്ല. അപ്പൊ അവിടെ ഉണ്ട് ഒരു വ്യക്തി, കേൾക്കാൻ ഒരു വ്യക്തി അവിടെ ഉണ്ടാവും. Okay, now the next term that we are going to discuss is elegy. Elegy എല്ലാവർക്കും അറിയാം, അറിയാത്തവർ അറിഞ്ഞിരിക്കണം. ലിറ്ററേച്ചർ സ്റ്റുഡന്റ് എന്ന നിലയിൽ we must be very much familiar with this term. An elegy is a poem or song that mourns the loss of someone or something, typically expressing sorrow, grief, and lamentation. Okay, song that mourns ചെയ്യാന്ന് പറഞ്ഞാൽ വിലപിക്കുക, സങ്കടപ്പെടുക. The loss of someone or something, typically expressing sorrow, grief, and lamentation. Elegies often focus on the themes of death, grief, and remembrance, serving as a tribute to the deceased or the lost object of affection. ഒരു വ്യക്തി ആവണമെന്നില്ല, it might be a lost object. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പാട്ട് മരിച്ച ഒരാൾക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി ഒരു പാട്ട് എഴുതുക, അല്ലെങ്കിൽ ഒരു സാധനം, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെട്ടു, അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഈ elegy എന്ന് പറയാം. Elegies convey a solemn and mournful tone, reflecting the sorrow and lamentation of the poet and speaker. Elegies often include reflections on the nature of life, mortality, and the passage of time, prompting introspection and contemplation. അല്ലേ, അപ്പം മരണം, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഇമാജിൻ ചെയ്തോളൂ. ആൻഡ് സഡൻലി we get a thought about death. We start to think about death. What will happen after death? And will I soon die? അങ്ങനത്തെ പല തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ ഈ എലജീസിൽ ഇങ്ങനത്തെ ടോപ്പിക്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. മോർട്ടാലിറ്റിയെ കുറിച്ച്, ലൈഫിൻ്റെ നേച്ചറിനെ കുറിച്ച്, ഇറ്റ് ഇസ് നോട്ട് ഫോർ എവർ എന്നുള്ള രീതിയിൽ, പാസേജ് ഓഫ് ടൈം എത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കാലാകാലം നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച വ്യക്തി അല്ലെങ്കിൽ സാധനം പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ എത്ര പെട്ടെന്ന് ആ സമയം പോയതെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ പല തീംസും എലജീസിൽ ഉണ്ടാവും. ഇനി എക്സാമ്പിൾ, ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ബൈ വാൾട്ട് വിറ്റ്മാൻ. This elegy mourns the death of President Abraham Lincoln, using maritime imagery to symbolize the nation's journey through tumultuous times. In Memorial A.H.H. by Alfred Lord Tennyson. ഇങ്ങനത്തെ ടൈറ്റിൽസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കണം. ഇത് ചോദിക്കാം, ഇത് എന്താണ്, ഇതിന്റെ ഫുൾ ഫോം എന്താണ്, what does this abbreviation stand for എന്നുള്ള ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ക്രോസ് ചെക്ക് ചെയ്ത് ഏതാണ് പേര് എന്നുള്ളത് വ്യക്തമായി നോക്കി വെക്കണം. കാരണം AHH എന്ന് തുടങ്ങുന്ന പല പേരുകൾ നിങ്ങൾക്ക് ഇടും. ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അത് വ്യക്തമായി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എഴുതി വെച്ചിരിക്കണം. Lord Tennyson. This lengthy elegy mourns the death of Tennyson's close friend Arthur Henry Hallam, exploring themes of grief, faith, and the quest for meaning in life. Now, when lilacs last in the dooryard bloomed by Walt Whitman. Written in response to the assassination of President Abraham Lincoln, this elegy reflects on the impact of death and loss while also celebrating the cycle of life and renewal. പറഞ്ഞില്ലേ, ലൈഫിനെ കുറിച്ചും എല്ലാ തീംസും ഇത് വരും. Elegy written on a country churchyard, a best example for elegy, Thomas Grade. Elegy serves as poignant expression of loss and mourning, offering solace and commemoration to both poet and the reader. അതായത് ഒരു ക്ലോഷർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ എലജി എഴുതുന്നത്. നമുക്കൊരു പ്രിയപ്പെട്ട വ്യക്തിയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഓർമ്മകളെ കുറിച്ച് സംസാരിക്കുകയും അവരുടെ ഓർമ്മകളെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും എലജീസ് ഓത്തേഴ്സ് അല്ലെങ്കിൽ പോയിറ്റ്സ് എഴുതുന്നത്.
Now, the next term, intentional fallacy. Intentional fallacy. The intentional fallacy refers to the mistaken belief that the author's intentions, beliefs, or personal experiences should dictate the interpretation of their work. അതാണ് intentional fallacy. അതായത് ഒരു ഫാലസിയാണ്, ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു ഓത്തറിന്റെ intentions, beliefs, personal experience എല്ലാം അദ്ദേഹത്തിന്റെ വർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നൊരു ബിലീഫ്, ആ തോട്ടിനെയാണ് intentional fallacy എന്ന് പറയാം. Proponents of intentional fallacy argue that meaning of a literary work should be derived from the text itself rather than the author's intentions or background. ഞാൻ ഈ സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ സെന്റൻസ് പറയുമ്പോൾ അതായത് ഒരു ടെക്സ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ we should focus on the text itself rather than the author. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. എന്തെങ്കിലും ഒരു കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത് ഇതാണോ നോക്കൂ. Death of the author. Death of the author. This concept, popularized by French literary critic Roland Barthes, നമ്മൾ Roland Barthes-നെ കുറിച്ച് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, suggests that once a work is created and released to the public, the author's authority over its interpretation diminishes and the text stands alone. The author is dead and the text stands alone. അവിടെ author-ന് റോൾ ഇല്ല. Reader response. According to the intentional fallacy, meaning is constructed through the interactions between the text and the reader, with each reader bringing their own interpretations and perspectives to the work. അപ്പം റീഡറും ടെക്സ്റ്റും തമ്മിലായി. അവിടെ പിന്നെ ഓത്തറിന് റോളില്ല. റീഡറാണ് അത് വായിച്ചിട്ട് നോക്കി ഇതായിരിക്കാം ഓതർ വിചാരിച്ചിട്ടുണ്ടാവുക, ഇതായിരിക്കാം ഓതർ ഈ സിമിലി, ഈ മെറ്റഫർ, ഈ അലഗറി കൊണ്ട് ഉദ്ദേശിച്ചത് ഇതായിരിക്കാം എന്നത് റീഡറാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, not from the idea or from the point of view of the author. Okay. Now examples. Heart of Darkness by Joseph Conrad. Critics may debate whether Conrad intended his portrayal of colonialism to be critical or sympathetic, but the text itself offers multiple layers of interpretation, allowing readers to draw their own conclusion. അപ്പോൾ colonialism അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് മാത്രമാണോ ഇതിൽ പറയുന്നത് എന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല. അത് റീഡറിനാണ് അത് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള അവകാശമുള്ളത്. To Kill a Mockingbird by Harper Lee. To Kill a Mockingbird by Harper Lee ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. MCQs നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. Who wrote the work? To Kill a Mockingbird. അതേപോലെ ഈ ടൈറ്റിൽ നോക്കണം കേട്ടോ. Killing a Mockingbird ഓ അങ്ങനെ പല ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ ഏതാ കറക്റ്റ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ To Kill a Mockingbird by Harper Lee. While understanding Lee's background and upbringing in the American South may enrich a reading experience, the novel's theme of racial injustice and moral integrity resonate with readers regardless of the author's intention. See, ഇവിടെ author അല്ല important, തീമാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വായിച്ചിട്ട് നമുക്ക് എന്താണ് ആ ഓത്തറിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന എന്താണോ അതിൽ നിന്ന് കിട്ടുന്നത് അതാണ് കറക്റ്റ് മീനിങ് എന്നാണ് intentional fallacy കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now, the next one and the last term that we're going to discuss today is soliloquy. Soliloquy രണ്ട് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ റിട്ടൺ എക്സാം ആണ്, ഇപ്പോൾ നമുക്കിപ്പം സ്പെല്ലിങ്ങിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ. A soliloquy is a dramatic device in which a character speaks aloud to themselves, revealing their inner thoughts, feelings, and emotion. It's a form of monologue that provides insight into characters, mindset, and motivations. നമ്മൾ നേരത്തെ ഡ്രമാറ്റിക് മോണോലോഗ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഒരു ക്യാരക്ടറിന്റെ ഇന്റൻഷൻസ്, മോട്ടിവേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രമാറ്റിക് മോണോലോഗിലൂടെ മനസ്സിലാവും. പക്ഷേ സോളിലോക്യുമായിട്ട് ഡ്രമാറ്റിക് മോണോലോഗ് എങ്ങനെയാണ് ഡിഫറെന്റ്? അവിടെ ഒരു സൈലന്റ് ലിസണർ ഉണ്ട്. ഡ്രമാറ്റിക് മോണോലോഗിൽ ഒരു സൈലന്റ് ലിസണർ ഉണ്ട്. ഇവിടെ സോളിലോക്യുവിൽ സൈലന്റ് ലിസണർ ഇല്ല. ആൻഡ് സോളിലോക്യുവിൽ ഇവിടെ ക്യാരക്ടർ ഉറക്കിയായിരിക്കും സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഡ്രാമാസ്, ഓൾ ഡ്രാമാസിന്റെ എടുത്ത് നോക്കും, അന്ന് എന്താണ് മനസ്സിൽ വിചാരിക്കുന്നതെന്ന് ഓഡിയൻസിന് അറിയണമെങ്കിൽ ദിസ് പേഴ്സൺ ഹാസ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്, ഉറക്കെ പറയണം. ഓക്കെ, അപ്പോഴേ ആ കേൾക്കുന്ന ആൾക്ക് ഓക്കെ ആ മനസ്സിലാവുള്ളൂ. ഇപ്പോഴാണ് ടെക്നോളജി ഒക്കെ വന്നതും മനസ്സിലെന്താണെന്നുള്ളത് ഡബ് ചെയ്തിട്ട് കേൾപ്പിക്കാൻ പറ്റുന്നൊക്കെ അവസ്ഥ വന്നത്. Unlike dialogue where characters interact with others,
A soliloquy is a speech delivered by a character alone on stage, often while reflecting or contemplating a significant decision or situations. ഒരു ഡിസിഷൻ എടുത്ത ഡിസിഷനെ കുറിച്ചോ സിറ്റുവേഷനെ കുറിച്ചോ ഇങ്ങനെ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ഓക്കെ ഞാൻ ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നുള്ള രീതിയിലുള്ള സ്വയം ചിന്തിക്കില്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന കാര്യം ഉറക്കെ പറയും. അവർക്ക് പറയുന്നതിലൂടെ ഓഡിയൻസിന് എന്ത് മനസ്സിലാവും, ഓക്കെ ദിസ് ഇസ് വാട്ട് ദ ക്യാരക്ടർ ഇസ് തിങ്കിങ് ആൻഡ് ഈ പൊസിഷനിലാണ് ഇപ്പോൾ ക്യാരക്ടർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സോളിലോക്വി ഹെൽപ്പ് ചെയ്യും. Soliloquies allow the audience to gain a deeper understanding of the characters' internal struggles, conflicts, desires as they speak openly and candidly without the presence of other characters. Soliloquies contribute to character development by revealing their complexities, vulnerabilities, and inner conflicts, providing a glimpse into their psyche. അതിന് പറ്റിയൊരു എക്സാമ്പിളാണ് നമ്മുടെ മൂവി അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി അല്ലെ. അതിൽ വിനീത് ശ്രീനിവാസന്റെ ഇന്നർ തോട്ട്സ് അത് ഉറക്കെ വിളിച്ച് പറയുന്നില്ലെങ്കിലും ആ ഇന്നർ തോട്ട്സിലൂടെയാണ് നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാവുന്നത്. ഓക്കെ ഹൗ ഇസ് സി, വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഇസ് സി, സെൽഫിഷ് ആണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിന്റെ സോളിലോക്വീസ് നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് ഡ്രാമാസ് ആണ്, പണ്ട് തിയേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ മനസ്സിൽ എന്താണ് അപ്പുറത്തുള്ള ആളെ ഇങ്ങനെ മുഖത്തിന് എക്സ്പ്രഷൻ കാണിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവില്ല, ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ അല്ലെ. ഇപ്പൊ സീരിയലിലൊക്കെ നിങ്ങൾ കാണാറില്ലേ എക്സ്പ്രഷൻ ഇടുന്നത്, ഇങ്ങനെ പെട്ടെന്ന് എന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ട് അതേപോലെ നിന്നെ ഞാൻ കൊല്ലുവടി എന്നൊക്കെ എക്സ്പ്രഷൻ ഉണ്ടാവില്ലേ മുഖത്ത് ഓരോന്ന് കാണിച്ചിട്ട്. അപ്പൊ ചിലപ്പോൾ ഉറക്കെ പറയുന്നുണ്ടാവും, അപ്പൊ ആരും ഒളിച്ചൊന്ന് കേൾക്കുന്നുണ്ടാവും. ഓക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളാണ്. ഓക്കെ soliloquies. Now examples from literature: to be or not to be, from Hamlet. To be or not to be, that's the question. By William Shakespeare. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിൽ നിന്ന് വർക്കാണ് To be or not to be. അതൊരു soliloquy ആണ്. In this famous soliloquy, Hamlet contemplates the nature of existence and the idea of suicide, reflecting on the pain and suffering of life. അല്ലെ ഹാംലെറ്റ് ഒരുപാട് പ്രോബ്ലംസിലൂടെ ഇന്റേണൽ സ്ട്രഗിൾസിലൂടെ നടന്നു പോകുമ്പോൾ പറയുന്ന ഒരു soliloquy ആണ് To be or not to be. ഡ്രമാറ്റിക് മോണോലോഗും സോളിലോക്വീസും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. സൈലന്റ് ലിസണർ ഉണ്ടെങ്കിലാണ് അത് ഡ്രമാറ്റിക് മോണോലോഗ് ആവുക. In this, a dagger which I see before me, from Macbeth by William Shakespeare. In this soliloquy, Macbeth hallucinates a dagger before him as he prepares to murder King Duncan, revealing his inner turmoil and ambitions. So I think ഈ ഓപ്ഷൻസ് ഒക്കെ വെച്ച് ക്ലിയർ ആയിട്ട് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് ടേംസ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയും ടേംസ് നിങ്ങളുടെ സിലബസിൽ ഇനിയും ടേംസ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചോളാം. ഓക്കെ ക്ലിയർ ആയിട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾ ചോദിച്ചോളാം. ആൻഡ് വെരി മച്ച് എന്താ പറയുക നാളത്തെ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നോളാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും കരുതി വെച്ചോളാം, പെന്ന് വാട്ട് എവർ തിങ്സ് യു നീഡ് ഫോർ ദ എക്സാംസ്. ഓക്കെ അതെന്താണെന്ന് നോക്കുക. നമ്മൾ യൂട്യൂബ് ചാനലിൽ പ്രിപ്പറേഷൻ ബിഫോർ ദി എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ തന്നെ തന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ എന്തൊക്കെയാണ് എടുക്കേണ്ടത്, നിങ്ങളുടെ ബോട്ടിൽസ്, നിങ്ങൾ വെള്ളം കൊണ്ടുപോകുന്ന രീതി, എല്ലാത്തിനെ കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നോക്കിക്കോളാം. ആൻഡ് ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വന്നിട്ട് സ്പോട്ടിൽ തന്നെ യൂട്യൂബിൽ ഞങ്ങളെ ചാനലിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നൊക്കെ. നിങ്ങൾ റെസ്പോൺസ് തരുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ മാരത്തോൺ സെഷനൊക്കെ നിങ്ങൾക്ക് എത്ര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ സോ all the best for your exam.